ഇടയ്ക്കുള്ള 2020 തന്ത്രത്തിന് തുടരെ തിരിച്ചടി. ലക്ഷ്മി പ്രേയ്ക്ക് പിന്നാലെ ഏറ്റുമാനൂരിൽ തീരുമാനിച്ചിരുന്ന വീണ നായർക്കും വോട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി സൈഫുന്നീസയുണ്ട്. സൈഫുന്നീസ, താരങ്ങളെ കളത്തിലക്കി മണ്ഡലങ്ങൾ പിടിക്കാനുള്ള തന്ത്രമാണ് 2020 ആവിഷ്കരിച്ചത്. പക്ഷേ ലക്ഷ്മി പ്രേയ്ക്കും ഇപ്പോൾ വീണ നായർക്കും വോട്ടില്ല. എന്താണ് വീണ നായരുടെ ഇനിയുള്ള നീക്കം 2020യുടേതും? ഏറ്റുമാനൂരിൽ BJPയുടെ ഘടകകക്ഷിയായ 2020യുടെ സ്ഥാനാർത്ഥിയായാണ് വീണ നായർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് വലിയ സസ്പെൻസോടുകൂടി സാബു ജേക്കബ് 3 താരങ്ങളെ, നടിമാരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തത്. അതിൽ ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ടില്ല എന്നുള്ളത് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ നായർക്കും വോട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വീണ നായർ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നില്ല, വോട്ടില്ലാത്ത വിവരം അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ വോട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ഇതിനെ തുടർന്ന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് 23-ാം തീയതിക്കകം അതിലൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവായതിനാൽ ഇപ്പോൾ കളക്ടറെ നേരിട്ട് കണ്ട് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ള വിവരം തേടുകയാണ് വീണ നായർ. എന്തായാലും ഏറ്റുമാനൂരിൽ NDA സ്ഥാനാർത്ഥിയായ 2020യുടെ സ്ഥാനാർത്ഥി വീണ നായർക്ക് വോട്ടില്ല. അങ്ങനെയെങ്കിൽ ഏറ്റുമാനൂരിലും 2020 പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ഈ പലയിടങ്ങളിലും 2020ക്ക് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൊടുത്തതിൽ BJPക്കുള്ളിൽ വലിയ അമർഷവും എതിർപ്പും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ 2020 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചവരിൽ ഇപ്പോൾ രണ്ടാമത്തെ ആൾക്കും വോട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ 2020യും വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ തിങ്കളാഴ്ച വരെ സമയമുള്ളൂ. അതിനിടയ്ക്ക് ഇനി പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. പെരുമ്പാവൂരിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റുമാനൂരിലും സമാനമായ സാഹചര്യം വന്നിരിക്കുന്നത്. എന്തായാലും വീണ നായർക്ക് വോട്ടില്ല. ഈ വോട്ട് ചേർക്കാനുള്ള കാര്യങ്ങൾ നടപടിയാകുമോ എന്നാണ് ഇപ്പോൾ വീണ ആലോചിക്കുന്നത്.